മച്ചന്മാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറൈറ്റി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അതേ നോക്കി നമ്മുടെ ക്യാമറ സ്റ്റാൻഡ്, ലൈറ്റ്, ക്യാമറ ഇതെല്ലാം നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതിനി നമ്മൾ നമ്മുടെ ലൊക്കേഷൻ്റെ വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ എങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നത്, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ എല്ലാവരും വീഡിയോയിൽ പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയാണ്, കാണാൻ നല്ല രസമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഇന്നത്തെ നമ്മുടെ പരിപാടിയിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതുപോലൊരു സാധാ ട്രൈപ്പോഡും പിന്നെ ബോയോടെ ഒരു മൈക്കും പിന്നെ വലിയൊരു വടലൈറ്റും ഉണ്ട്. ഈ ഒരു സംഭവം വെച്ചിട്ടാണ് ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ക്യാമറ ഞാൻ കാണിക്കാം. ക്യാമറയെല്ലാം ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ക്യാമറ ബാഗ്. അത് നമ്മൾ ഓപ്പൺ ചെയ്യണം. ഓൾറെഡി ക്യാമറയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുക, ചുമ്മാ എടുത്ത് പാക്ക് ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ. ഈ ഒരു ക്യാമറയിലാണ് ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാമറ എന്ന് പറഞ്ഞാൽ ഐഫോണിലാണ് 15 Pro Maxലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. ഇതാണ് 90D ക്യാമറ. ഈ ക്യാമറയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചെറിയൊരു ഗോപ്രോ ഇരിപ്പുണ്ട്. നമ്മുടെ ഗാഡ്ജറ്റ്സ് ഇതൊക്കെയാണ്. സോ ഇതാണ് നമ്മുടെ ബോയുടെ മൈക്ക്. ഇതിൻ്റെ കേബിൾ കൊള്ളത്തില്ലായിരുന്നു, പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതുപോലെ ഒരു ഹെഡ്സെറ്റ് ഉണ്ട്. അത് നമ്മുടെ ക്യാമറയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, മൈക്ക് സൗണ്ട് പിടിക്കത്തില്ല. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ട് കറക്റ്റ് സെറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ ലൊക്കേഷൻ കാണാം. ഇവിടെ കണ്ടോ, ഇവിടെ നല്ല രീതിയിലുള്ള ഒരു കിടിലൻ സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ഗൈസ് ഇവിടെ നമ്മുടെ പൂജാരി റൂം, നമ്മുടെ ഗണപതി ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ട് പോവാം. സോ അതിന് മുമ്പായിട്ട് ഞാൻ ഇട്ടേക്കുന്ന എൻ്റെ കോസ്റ്റ്യൂം കണ്ടു. ഞാൻ ഈ ഒരു ഷർട്ടും ഇത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം എടുക്കുന്നതാണ്. ഇനി കുറച്ചുകൂടെ ഡെക്കറേഷൻ നമ്മൾ ചെയ്യും ഈ കോസ്റ്റ്യൂമിലൊക്കെ. അത് നാടൻ കൈലിയുമാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ കൈലിയൊക്കെ കൊടുത്താണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ കൈലി ഭാഗം നമ്മൾ കാണത്തില്ല, ഷർട്ട് മാത്രമേ കാണത്തുള്ളൂ, ഹാഫേ കാണത്തുള്ളൂ വീഡിയോയിൽ. അപ്പം ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുന്നതിനുള്ള സെറ്റപ്പിൽ നമുക്ക് നേരെ ലൈസായിട്ട് നമ്മുടെ ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. എൻ്റെ മോനെ ഒട്ടാറ് ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടാറ് ലുക്ക്. നമ്മുടെ ബാൽക്കണിയാണ് ഇത്. ഇതിവിടെ ഷർട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള സാധനം നമ്മൾ ബാൽക്കണി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ സാധനം നമ്മൾ കുറച്ച് അങ്ങോട്ട് നീക്കി വെക്കും, ഈ സൈഡിലോട്ട് നീക്കി വെച്ച് ഇതങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സംഭവം സെറ്റാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലൊക്കേഷൻ ഒന്ന് കാണിച്ചു തരാം മക്കളെ. കണ്ടാ, അത് ഷാർജ മുനിസിപ്പാലിറ്റിയാണ്. ഇപ്പുറത്ത് കാണുന്ന എത്തിസല്ലാത്തിൻ്റെ ഓഫീസാണ്. വേണമെങ്കിൽ നമുക്ക് സൂം ചെയ്ത് നോക്കാം. ഇത് എത്തിസല്ലാത്തിൻ്റെ ഓഫീസും ഇത് ഷാർജ മുനിസിപ്പാലിറ്റി മന്ദിരമാണ്, ഇവിടുത്തെ മുനിസിപ്പാലിറ്റി. അപ്പം ഇവിടെ താഴെ കാർ പാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പാർക്കിംഗ് സെക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ദൂരെ നമ്മുടെ സിറ്റി കാണാം. സിറ്റി അങ്ങോട്ട് പോവാം. മോനെ നോക്കി, സിറ്റിയിലൂടെ വണ്ടികൾ പോകുന്നതുണ്ടോ. ഇതാണ് ഷാർജ റോള ക്ലോക്ക് റൗണ്ട് അബൌട്ടാണ് നമ്മൾ ഈ കാണുന്നത്. അടിപൊളി ഒരു സ്ഥലമാണ്. നമുക്കവിടെ പിന്നെ ഒരു ദിവസം പോവാം. ഞാൻ അവിടുത്തെ വീഡിയോ നിങ്ങളെ കാണിക്കാം, അവിടുത്തെ കിടിലൻ സ്ഥലം. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ നോക്കിയേ, കിടിലം പള്ളി മിനാരങ്ങളും അതുകൊണ്ട് ആ നീണ്ടു കിടക്കുന്ന ലൈറ്റ് കാണുന്ന എവിടെ നിന്നറിയോ, അത് ഷാർജ എയർപോർട്ടാണ്. ഷാർജ എയർപോർട്ടിൽ നിന്ന് പറന്ന് ഷാർജ എയർപോർട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റുകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും ആകാശത്ത്. ഇതൊരു ഫ്ലൈറ്റാണ്. അത് കഴിഞ്ഞ് ദൂരേന്ന് വേറൊരു ഫ്ലൈറ്റ് വരുന്നുണ്ട്. അവിടെ അത് കണ്ടോ, അതൊരു ഫ്ലൈറ്റാണ് വരുന്നത്. ലൈറ്റ് എത്തി, അത് ഷാർജ എയർപോർട്ടാണ്. ഈ ലൈറ്റ് നീണ്ടു കിടക്കുന്നത് ഷാർജ എയർപോർട്ടാണ്. അതുപോലെ തന്നെ കണ്ടോ, അവിടെ കണ്ടോ ഒരു റൗണ്ട് ലൈറ്റ് പോലെ കാണുന്നത്. റൗണ്ടിൽ കുറേ വലിയ ലൈറ്റുകൾ കാണുന്നുണ്ട്. അതെ, ഈ കാണുന്ന സംഭവം ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. അതായത് സച്ചിൻ തീ പാറിച്ച ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കിടിലമാണ് ഗൈസ്, കിടിലം ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ടാണ് ഇത്രയും വലിയൊരു ആംബിയൻസ് സെറ്റപ്പ് ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സെറ്റ് ഇടാം, ഷൂട്ട് ചെയ്യാം. ഷൂട്ടിംഗ് ലൊക്കേഷൻ എങ്ങനെ സെറ്റ് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ നമ്മുടെ റൂമിലോട്ട് വീണ്ടും വരികയാണ്. ഇരിക്കുന്ന ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ട്രൈപ്പോഡ് എടുത്ത് വെളിയിലോട്ട് കൊണ്ടുപോവാണ്. ഇതങ്ങോട്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ ഒരു വെറൈറ്റി ഫീൽ കണ്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം ഞാൻ ഇവിടെയാണ് വെക്കാറ്, കാരണം എന്നാലേ കറക്റ്റ് സെറ്റപ്പ് ആകത്തുള്ളൂ. ഈ ഒരു സംഭവം നമുക്ക് മൈക്ക് അത് ഞാൻ അഴിച്ചെടുത്തിട്ട് ഇവിടെ വേറെ രീതിയിലാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. അത് ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാണിക്കാം. ഇത് ക്യാമറ പിടിച്ചുകൊണ്ട് ഇതെല്ലാം കൂടെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഈ ഒരു സംഭവം ഇവിടെയാണ് ഞാൻ ഹോൾഡ് ചെയ്യുന്നത്. ഈ ഒരു സംഭവത്തിലാണ് ഞാൻ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. ഇങ്ങനെ ഇരിക്കും മൈക്ക്, ഇങ്ങനെ ഇരിക്കും സെറ്റപ്പ്. ഇവിടെ നമുക്ക് ക്യാമറ വയ്ക്കാനുള്ള സംഭവം ഇത് നമ്മളിങ്ങനെ വെക്കുന്നത്. ഇങ്ങനെ എങ്ങനെയൊക്കെ വെക്കാം. ഇങ്ങനെ ഇരിക്കരുത് തൽക്കാലം.
ഇനിയാണ് നമ്മുടെ മെയിൻ സംഭവം. ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ലൈറ്റ് സെറ്റ് ചെയ്യുന്നത്. നോക്കി, ഈ ഒരു സംഭവം നമ്മൾ ഇവിടെ ഇങ്ങനെ പൊസിഷൻ ചെയ്യും. ഇപ്പം തന്നെ അടിപൊളി സെറ്റപ്പ് ആയിട്ടുണ്ട്. ബാക്കി ഭാഗം നമുക്ക് ഈ കണക്ഷനൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് കാണാം. അപ്പം നമുക്ക് നമ്മുടെ ക്യാമറ ഇനിയും സെറ്റ് ചെയ്യണം. അപ്പം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സംഭവത്തിൻ്റെ പവർ സ്വിച്ച് ഇവിടാണ്. അപ്പം അത് ഓൺ ആക്കി കൊടുക്കണം. ഓഫായിരുന്നു. അപ്പോൾ നമ്മുടെ ലൈറ്റ് ഏതാണ്ട് സെറ്റായിട്ടുണ്ട്. സോ ഗൈസ് നോക്കി എന്നാ രസമാണെന്ന് നോക്കി ഗൈസ്. എൻ്റെ കോലം കണ്ടോ ഗൈസ്. എൻ്റെ കയ്യിൽ ക്യാമറയുണ്ട്. അപ്പോൾ ഇനി ഈ ക്യാമറ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഇവിടെ ഒരു ലോക്കുണ്ട്. അപ്പോൾ ഈ ലോക്കിലേക്ക് കറക്റ്റ് കയറ്റി വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ എങ്ങനെ ഇരിക്കുന്നില്ലല്ലോ ശരിക്കും മക്കളെ. അത് തന്നെ ഇവിടെ ഒരു ലോക്കുണ്ട്. ഈ ലോക്കൊന്ന് പിടിച്ച് ഇട്ട് കൊടുക്കണം. ഓക്കെ, ക്യാമറ സെറ്റ്. ഈ വള്ളി ഇങ്ങനെ തൂങ്ങിക്കിടക്കും. എന്നിട്ട് നമ്മൾ ക്യാമറ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നമ്മളിങ്ങനെ കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് നമ്മൾ ക്യാമറയുടെ ഡോർ ഇങ്ങനെ ഓപ്പൺ ആക്കും. തുറക്കുന്നില്ല, സോറി. ഓക്കെ, ഓപ്പൺ ആക്കി ഇനി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഫ്രണ്ടിലോട്ട് വെക്കും. അതിന് ശേഷം നമ്മൾ ക്യാമറയുടെ ലെൻസ് ഓപ്പൺ ആക്കും. എന്നാൽ നമ്മൾ നൈസായിട്ട് ക്യാമറ ഓൺ ആക്കി കൊടുക്കും. ദേ ഗൈസ് കണ്ടോ, നമ്മൾ ഷൂട്ട് ചെയ്യുന്നതെല്ലാം ഇതിനകത്തിലുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ക്യാമറ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഗൈസ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നെ ആ ഗ്ലാസ്സിൽ കൂടെ കാണാൻ നേക്കണം. കണ്ട മച്ചന്മാരെ. അപ്പം നമ്മളിനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിനി നേരെ ഈ മൈക്ക് സെറ്റ് ചെയ്യണം. മൈക്ക് സെറ്റ് ചെയ്തിട്ട് ഇതാണ് മൈക്കിൻ്റെ കേബിള്. ഇത് നമ്മുടെ ക്യാമറയിൽ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്തിട്ടുള്ള സെറ്റപ്പിന് നമുക്ക് കാണാം. ഓക്കെ മച്ചന്മാരെ, അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റിൻ്റെ റിമോട്ട് എടുത്തിട്ടുണ്ട്. അതെന്തോ സംഭവം ഞാൻ കാണിച്ചിട്ട്. ഇത് ചെയർ നമ്മളിങ്ങനെ നൈസായിട്ട് എടുക്കുന്നത്. ഈ ചെയറിലിരുന്നാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അത് ചെയറിലിരിക്കണമെങ്കിൽ അങ്ങനെ ചുമ്മാതിരിക്കാനൊന്നും പറ്റില്ല. അതിൽ കുറച്ച് അഭ്യാസങ്ങൾ പ്രകടനങ്ങളൊക്കെ കാഴ്ചവെച്ചെങ്കിൽ മാത്രമേ നമ്മൾ സാധാരണ ഇവിടാണ് ഇരിക്കുന്നത്. പക്ഷേങ്കിൽ ഈ കസേരയിൽ നമ്മൾ ഇവിടാണ് ഇരിക്കുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിയർ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ക്യാമറ ഇതുവരെ ഓൺ ആയിരുന്നു കേട്ടോ, അത് ഓഫായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ നല്ല വേദനയാണ് കുണ്ടിക്ക്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല കമ്പിളി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കിടക്കുമ്പോൾ പുതയ്ക്കുന്ന സാധനമാണ്. അപ്പോൾ ഇത് ഇട്ട് നല്ല സോഫ പോലെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ റിമോട്ട് ഇരിക്കട്ടെ. ഈ റിമോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റിമോട്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈറ്റിൻ്റെയാണ്. ഇത് ഇങ്ങനെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പവർ ഡിം ചെയ്യാനും പവർ ഓഫ് ചെയ്യാനും ഓൺ ആക്കാനും ഒക്കെ പറ്റും. ഓഫ്, ഓണ്. പിന്നെ ലൈറ്റ് അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇവിടെ പിടിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് അപ്പാവും. ഇത് പിടിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ കളറ് ഡിമ്മാവും. ഇതിനകത്തിൽ എൻ്റെ മോനെ അങ്ങനെ കുറേ തീമുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതായിരുന്നല്ലേ ഓക്സിലറി സ്വിച്ച്. ഞാൻ ഇതുവരെ കിട്ടിയിട്ട് ഞാൻ ഈ റിമോട്ട് യൂസ് ചെയ്തിട്ടില്ല. ഇങ്ങനെ കുറേ മോഡുകളൊക്കെ ഉണ്ട് കേട്ടോ. അത് കൊള്ളാം, നമ്മൾ സെറ്റ് അടിപൊളി സാധനം കേട്ടോ. ഞാനിപ്പോഴേ ഇത് നോക്കുന്നത്. ഞാൻ ഇത് വെച്ച് നിരന്തരം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ ഈ ഒരു 2 സ്വിച്ചുകൾ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. പക്ഷേ ഇത് അടിപൊളി ഒരു സെറ്റപ്പ് സാധനമാണ് കേട്ടോ. ഈ സംഭവം എനിക്ക് മേടിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഷൂട്ടിങ് തന്നെ തുടങ്ങിയത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പ് ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരു രസമില്ലായിരുന്നു ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ. ഇത് പോയോടെ മൈക്കാണ്. ഈ ഒരു സംഭവം നല്ല രസമാണ്, നല്ല ഫീല് കിട്ടും കേട്ടോ. വ്ളോഗ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എന്തൊക്കെയോ ആണെന്ന് തോന്നും. ഈ ഒരു മൈക്കിരിക്കുമ്പോൾ എന്തോ അടിപൊളി രസമുണ്ട്. എനിക്കങ്ങനെ തോന്നാറുണ്ട് ചിലപ്പോഴൊക്കെ രാവണ എന്ന് പറയുന്ന പോലെ. ഇതെനിക്ക് ഒന്ന് തീം കളർ ഏതാണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ തോന്നുന്നു. ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സംഭവം കേട്ടോ. ഞാനിത് ചുമ്മാ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തത്. ഞാനിത് യൂസ് ചെയ്യാറില്ല. പിന്നെ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ലൈറ്റിൽ എന്തെങ്കിലും അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിന്ന് ഇറങ്ങി പോയി ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പം ഞാൻ എങ്ങനെയാണ് ഇതിലിരിക്കുന്നതെന്ന് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഇത്രയും വലിയ താഴ്ചയിലാണ് കേട്ടോ. ഞാൻ ഈ 9ാമത്തെ നിലയുടെ മുകളിലാണ്. ഇവിടെ ഈ ബിൽഡിങ്ങിൽ 10 നിലയുള്ളൂ. 9ാമത്തെ നിലയുടെ 9ാമത്തെ നിലയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്, 9th ഫ്ലോറിൽ. അപ്പം ഞാൻ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. വെരി ഡേഞ്ചർ. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഡേഞ്ചറായിട്ടൊക്കെയാണ് ഇരുന്ന് വീഡിയോ എടുക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. വളരെ കഷ്ടപ്പെട്ടു വളരെ ഡേഞ്ചറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്ത്. ഇതിൻ്റെ കസേരയുടെ ഒരു കാല് ഒടിഞ്ഞതാണ്. അപ്പം വളരെ ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ കയറിയിട്ട് ഇതിലോട്ടിരിക്കും. നോക്കി, ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ മാത്രമേ ഈ ബാക്ക്ഗ്രൗണ്ട് ആ ക്യാമറയിൽ നല്ല ക്ലിയർ ആയിട്ട് കിട്ടത്തുള്ളൂ. അത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. സോ ഇങ്ങനെ ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഞാൻ ഇരിക്കുന്ന ഈ പൊക്കം കണ്ടോ, ഇച്ചിരി കസേര അങ്ങോട്ട് മറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉച്ചയൂതി താഴോട്ട് പോകും. സോ ബി കെയർഫുൾ. ഞാൻ വളരെ കെയർഫുള്ളായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും ഇങ്ങനെ കുനിഞ്ഞേ ഇരിക്കത്തുള്ളൂ. പലരും എൻ്റെ വീഡിയോയിൽ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ നെഞ്ചും പിരിച്ചിരുന്ന് വീഡിയോ ചെയ്യാത്ത എന്നൊക്കെ എന്നോട് പലരും ചോദിക്കാറുണ്ട്. പക്ഷേ നമുക്കുള്ള സെറ്റപ്പ് വെച്ചിട്ട് മാക്സിമം യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഉള്ള ഒരു നമുക്ക് ഉള്ള മെറ്റീരിയലുകൊണ്ട് എങ്ങനെയും നമുക്ക് മാക്സിമം ക്വാളിറ്റിയിൽ മാക്സിമം യൂസ് ചെയ്ത് അങ്ങനെ ചെയ്യാമെന്നുള്ളത് മാത്രമേ ഞാനിപ്പോൾ തൽക്കാലം നോക്കുന്നുള്ളൂ.
അതിനകത്ത് ഇങ്ങനത്തെ റിസ്കുകളൊക്കെ എടുത്തെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ ഗൈസ്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഉടനെ കാര്യം ഇനി പരിപാടികളൊക്കെ തുടങ്ങും. പുള്ളിക്ക് കിടന്നുറങ്ങണം. പുള്ളി ഹോസ്പിറ്റലിൽ പോകുന്ന വ്യക്തിയാണ്. അപ്പോൾ പുള്ളി എനിക്ക് ഇത് വേണ്ടിയിട്ട് മാത്രം ഈ ഒരു സംഭവം എനിക്ക് ചെയ്ത് തന്നേക്കുന്ന പുള്ളിയുടെ റൂം. പുള്ളി വന്നിട്ടുണ്ട്. ഇപ്പം പുള്ളി അടുക്കളയിലോട്ട് പാചകത്തിന് വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ആ ടൈമിലാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് 1 മണിക്കൂറേ ടൈമുള്ളൂ. ആ 1 മണിക്കൂർ കൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ട് പുള്ളിയെ ഡിസ്റ്റർബ് ചെയ്യാതെ ഞാൻ പെട്ടെന്ന് പോകും. പുള്ളി കുക്ക് ചെയ്തിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കിനും കഴിക്കുന്ന ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ഞാനിതെല്ലാം പൂട്ടിക്കെട്ടി നൈസായിട്ട് പരിപാടി തുടങ്ങാം. അപ്പോൾ ഞാൻ ഫോണും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. അപ്പം നമ്മുടെ ക്യാമറ ഞാൻ ഈ കസേരയിൽ നിന്ന് ഇറങ്ങുന്നത് വളരെ സൂക്ഷിച്ചാണ്. ഇവിടെ താഴെയാണ് കേട്ടോ, നല്ല താഴ്ചയാണ്. ഞാൻ പകൽ വല്ലതും പറ്റുവാണെങ്കിൽ നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ എടുക്കുന്ന ഫോൺ, അതായത് ഫോണിൽ വീഡിയോ കാണുന്ന ഫോൺ ഇതാണ്. അപ്പോൾ ഗൈസ് നോക്കി, ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ എടുത്തൊരു ഫോട്ടോ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഫോട്ടോ. എന്താണെന്നറിയത്തില്ല, കോട്ടിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും വേറൊരു ലുക്ക്. കോട്ടിട്ടാലും കോഴി എന്നുള്ള പേര് മാറില്ലല്ലോ ഗൈസ്. ഓക്കെ, നമ്മൾ ഈ ഫോൺ ഇവിടെ അറ്റാച്ച് ചെയ്ത് വയ്ക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഫോൺ ഇവിടെ അറ്റാച്ച് ചെയ്തു. ഇനി നമുക്ക് ഇച്ചിരി കൂടെ ലൈറ്റ് കയറ്റി വെക്കണം. കാരണം ഇരിക്കുമ്പം അത് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് മാത്രം ഇട്ടെങ്കിൽ മാത്രമേ എനിക്ക് സ്ക്രോൾ ചെയ്ത് അടുത്തടുത്ത വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ റിമോട്ട് ഞാൻ എന്തായാലും അകത്തോട്ട് വയ്ക്കുക. റിമോട്ടിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ കൈകൊണ്ട് സെറ്റ് ചെയ്ത് ലൈറ്റ് സെറ്റ് ചെയ്ത് വയ്ക്കും. ഇതാണ് നമ്മുടെ ആപ്പിൾ എയർപോഡ്. അപ്പോൾ ഈ എയർപോഡ് യൂസ് ചെയ്തിട്ടാണ് ഞാനിത് കേൾക്കുന്നത്. ഇത് ഒറിജിനൽ ഒന്നല്ല, കോപ്പിയാണ് കേട്ടോ. പക്ഷേ എന്നാലും കോപ്പി ആണെങ്കിൽ പോലും നല്ല വിലയുള്ളൊരു ഹെഡ്സെറ്റാണ്. അങ്ങാണ്ട് 100 dirhams അങ്ങാണ്ട് ഉണ്ട് ഇതിന്. കൊള്ളാം. ഹേ ഗായ്സ്, അപ്പം ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ്. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു, അന്ത്യാഭിലാഷമായിരുന്നു. അന്ത്യാഭിലാഷമല്ല, ഒരു ആഗ്രഹമായിരുന്നു കോട്ടൊക്കെ ഇട്ട് ഒരു വെറൈറ്റി വീഡിയോ ചെയ്യണം. സോ ഇന്നത്തെ നമ്മുടെ കോസ്റ്റ്യൂം ഇതാണ്. എൻ്റെ മുതലാളിയുടെ ഞാൻ ഊരി മേടിച്ച കോട്ടാണ്. പുള്ളി ഹോസ്പിറ്റലിൽ പോയിട്ട് സെക്കൻഡ് ഡ്യൂട്ടിയായിട്ട് ഞാൻ ഏറ്റെടുക്കുന്ന കോട്ടാണിത്. ഈ ഷൂട്ട് കഴിയുന്നത് വരെ ഇനി ഇതെൻ്റെയാണ്. കോട്ട്, ടയ്യ് എല്ലാം ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. പാവം മുതലാളി ഏതൊക്കെ രീതിയിലാണ് ഊറ്റുന്നത് മാക്സിമം ഞാൻ ഊറ്റുന്നുള്ളത്. എൻ്റെ മുതലാളി പാവമാണ്. മുതലാളി ഒരു ദിവസം ഞാൻ നിങ്ങളെ എൻ്റെ മുതലാളിയെ കാണിക്കാം. ഇപ്പം പുള്ളിക്ക് ക്യാമറയുടെ ഫ്രണ്ടിൽ വരാൻ ഒട്ടും താല്പര്യമില്ല. സോ ഞാൻ ഒരിക്കലും കാണിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. അപ്പോൾ നമ്മുടെ ക്യാമറ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാമറയുടെ കേബിൾ കുത്തണം. അപ്പോൾ എന്തായാലും നമുക്ക് പരിപാടി കഴിഞ്ഞിട്ട് കാണാം. ടാറ്റാ. അല്ല, ടാറ്റാ. അങ്ങനെ വെച്ചാൽ നമ്മുടെ ഷൂട്ട് ഏകദേശം അവസാനിച്ചിരിക്കുകയാണ്. നോക്കി, നമ്മുടെ ക്യാമറ ഇപ്പം നമ്മൾ ഓഫ് ചെയ്യുന്നതാണ്. നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും നേരം ഇതിലായിരുന്നു. നമ്മുടെ മൈക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മച്ചന്മാരെ, നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ കണ്ടല്ലോ. ഇതായിരുന്നു നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ തുടർന്ന് ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ഫേസ്ബുക്ക് പേജും അതുപോലെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്ത ഫുട്ടേജസ് എല്ലാം നമ്മൾ എഡിറ്റ് ചെയ്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ മറക്കാതെ കാണുക. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പുതിയ വീഡിയോ ഇനിയും നമ്മളെത്തുന്നതായിരിക്കും. അതുവരേക്കും ഇറ്റ്സ് മീ അനൂപ് സൈനിങ് ഔട്ട്.